ഈ ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. പിന്നെ ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക് ഹാർട്ട് ഫെയിലിയർ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യം. ഇതിൽ ഹാർട്ട് ഫെയിലിയർ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റാവുന്ന കുറേ കാരണങ്ങൾ ഒഴികെ നിർത്തി കഴിഞ്ഞാൽ, അതായത് പാരമ്പര്യമായി വരുന്നവ, ഹൃദയത്തിന് തിരിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഹൃദയ മസിലുകൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, അതായത് അറ്റാക്ക് വന്ന് ഉള്ള അവസ്ഥകളിൽ ഇവ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതല്ല. ഇവ എങ്ങനെ നമുക്ക്, എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് അവൈലബിൾ ആണ്. ഈ മെഡിസിൻസ് കൊണ്ട് ഹൃദയ പരിശീലനത്തെ പൂർണ്ണമായും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തുകയും രോഗിക്ക് നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് ഓഫർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതായത് രോഗികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ബി വെരി മച്ച് ഇംപ്രൂവ്ഡ് ഓൺ ദീസ് ന്യൂ ഡ്രഗ്സ്. ഈ ഡ്രഗുകളെല്ലാം നമ്മൾ ചേർത്ത് 4 പില്ലേഴ്സ് എന്നാണ് വിളിക്കുക. ഹാർട്ട് ഫെയിലിയർ തെറാപ്പിയുടെ 4 പില്ലേഴ്സ് എന്ന് പറയുന്ന 4 ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ഇതിന് നമ്മൾ പൂർണ്ണമായും യൂസ് ചെയ്യുന്നത്. ഈ 4 പില്ലർ ഓഫ് ഡ്രഗ്സ് വളരെ കോമൺലി അവൈലബിൾ ആണ്. ഇറ്റ്സ് നോട്ട് വെരി കോസ്റ്റ്ലി ഡ്രഗ്സ്. ഈ ഡ്രഗ്സിൽ മെയിൻലി 4 ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണുള്ളത്. AC ഇൻഹിബിറ്റർ, ആർനീസ് എന്ന് പറയുന്ന ഡ്രഗുകൾ, SGLT2 ഇൻഹിബിറ്റേഴ്സ്, മിനറലോക്കോൾ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, ബീറ്റ ബ്ലോക്കർ, ഇങ്ങനെ 4 ക്ലാസ് ഡ്രഗുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം തന്നെ മരണം വളരെയധികം കുറയ്ക്കുന്നതായി പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ള ഡ്രഗ്സാണ്. ഏകദേശം 30 മുതൽ 50% വരെ ഉണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയർ മരണങ്ങളെ തടയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ പമ്പിങ് കുറേയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായി ഈ മരുന്നുകൾ ഉപയോഗിച്ചുള്ള പഠനങ്ങളിൽ വളരെയധികം തെളിയിച്ചിട്ടുള്ളതാണ്. ഈ മരുന്നുകളെല്ലാം തന്നെ വളരെ സേഫ്റ്റി ഉള്ളതുമാണ്. ഈ ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. പിന്നെ ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക് ജീവിതശൈലിയിൽ വൺസ് നമ്മുടെ ഒരു സിംറ്റംസ്, ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് പൂർണ്ണമായി മാറി, അതായത് നീര് മാറി, ശ്വാസം മുട്ട് നന്നായി ക്രമീകരിച്ചു, ജീവിത കാര്യങ്ങൾ നമുക്ക് യൂഷ്വലി ഉള്ളത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയർ കൺട്രോളായെന്ന് കരുതാം. ഡോക്ടറുടെ ഒരു എക്സാമിനേഷനും അതിന് വേണ്ടി അത്യാവശ്യമാണ്. ഫോളോ അപ്പ് ആവശ്യമാണ്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ പ്രത്യേകിച്ച് എക്സസൈസ് കാര്യങ്ങളിൽ രോഗിയുടെ ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ വളരെ കുറവുള്ളവർക്ക് അതികഠിനമായ വ്യായാമ മുറകൾ പാടില്ല. അവർ നടക്കുക, അങ്ങനെയുള്ള ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വളരെയധികം എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക് കാർഡിയക് റീഹാബിലിറ്റേഷൻ എന്ന രീതിയിലാണ് അത് ഒരു പ്രിസ്ക്രിപ്ഷനായിട്ട് തന്നെയാണ് നമ്മളത് കൊടുക്കുക. ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ ഹൃദയ പരിശീലനതയുള്ള രോഗികൾക്ക് പ്രധാനമായും ശരീരത്തിൽ ഫ്ലൂയിഡിൻ്റെ ക്രമീകരണം ആവശ്യമാണ്. ഫ്ലൂയിഡിൻ്റെ ക്രമീകരണത്തിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ജലാംശത്തിൻ്റെ അളവ് ക്രമീകരിച്ച് ഡോക്ടർ പറയുന്നതനുസരിച്ച് ഏകദേശം 1 ലിറ്റർ വരെയോ അതിൽ 1.5 ലിറ്റർ വരെയുള്ള വെള്ളമേ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. സോൾട്ട് ഇൻടേക്ക്, ഒരു ഡെയിലി സോഡിയം ഇൻടേക്ക് 2 ഗ്രാം. നമ്മുടെ ഒരു ഇന്ത്യൻ ഡയറ്റിൽ യൂഷ്വലി 10 to 12 ഗ്രാംസ് ആണ് യൂഷ്വലി വരുന്ന സോൾട്ടിൻ്റെ അളവ്. അതിൻ്റെ 5 1 മാത്രമേ ഉപ്പ് ഉപയോഗം പാടുള്ളൂ ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക്.